Vedane
Amen.
Amen.
മരണത്തെ ശക്തിയായ മരണദിവസം കൈക്കൊള്ള ദിവസമാകുന്നു. അത് കരച്ചിലെ സങ്കടത്തിലെ ദിവസമാകുന്നു. മരണദിവസമെല്ലാം മനുഷ്യന് പരിപാലികമാകുന്നു. എന്നാൽ അവരുടെ പ്രായത്തിലായാൽ അധികം കൈപ്പും സങ്കടപ്പെടുന്നതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. എല്ലാവരും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നതിനായി പോകുന്നു. മരണമെല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കഴിയുന്നത് യുദ്ധവുമാകുന്നു. മരിച്ചവന്നാൽ ജീവിക്കുകയും മൃതന്മാർ എഴുന്നേൽക്കുകയും അവരുടെ രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. നീതിയോടെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും മരണം ഒരു പുസ്തകകരം ഉപദേശമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ചുവൽവാൻ കഴിയില്ലാത്ത ഒരു ശാസ്ത്രമായി ആശ്രയിക്കരുത് എന്ന് മരണവിധ വെച്ചു പറയുന്നു. മരണവിധല്ലാത്ത ലോകങ്ങളോട് പ്രസംഗിക്കുകയും ലോകങ്ങളോട് ഉപദേശിക്കുകയും ചെയ്യുന്നു. മരണത്തിൽ നിന്ന് വിട്ടുപോകുന്നവരല്ല, അതിനേക്കാൾ ഒഴിച്ചു പോകുന്നവരല്ല. ആദാമിന്റെ സഹസന്താനങ്ങൾക്ക് കൈക്കൊള്ളതാകുന്നു. ആദാമിന്റെ സഹസന്താനങ്ങൾ കുറിക്കുവാനായി ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഗ്രഹിക്കുന്നു. എന്നാൽ ഭാഗ്യവാൻ പൗരസ്ത്രീക അറിയുന്നതിനെ മറ്റുള്ള മനുഷ്യരെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്രകൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായി നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല ഇതിനെ കർത്താവിന്റെ പരിതാരങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ സ്ത്രീകളും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ആഴത്തോടും കൂടെ സുഖത്തിന് ഇറങ്ങിവന്ന് അശികായിൽ മരിച്ചവന്നും പ്രയത്നിക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തെ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് എടുത്തുകൊള്ളപ്പെടും. ഇനി നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യം ആശ്വാസനായിരിക്കും. സഹോദരന്മാരോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എന്നാൽ അവർ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ ദിവ്യക്ഷികൾക്ക് വേണ്ടി എടുത്തില്ല. ബുദ്ധിയുള്ളവർ ദിവ്യക്ഷികളോടുള്ള പാത്രങ്ങളിൽ എടുത്തു. മറവാളൻ താമസിച്ചപ്പോൾ അവർ ദരിദ്രമായി പിടിച്ച് അവർ പോയി. പാതിരാത്രിയിൽ വരുന്നു. അവന്റെ എതിരിൽ പുറത്തുണ്ടായി. അപ്പോൾ വാദനാവ് എഴുന്നേറ്റ് തങ്ങളുടെ ദിവ്യക്ഷികളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരുടെ
മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവരുമായ മത്സ്യാതൃപ്തി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ഞാൻ വിധിക്കാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് അടുത്തിരിക്കുന്നുവെന്ന് അലിഖിതനായ വിശ്വാസമുരാതെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ വിശ്വാസത്തിനെ നിന്റെ വിശ്വസതയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടുകൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും വാഹനങ്ങളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കൂടികളായി ദൈവം നമുക്ക് നൽകുന്നതല്ല ഈ ആയുസ്. ദൈവത്തോട് സൃഷ്ടിപരമായി പ്രതികരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിലനിർത്തുന്നതായുള്ള ഓർമ്മ കണ്ടെത്തി അവരുടെ സന്നിധിയിൽ ബിരുദ പ്രാപിക്കുന്നത് അവരുടെ അനുഭവമാകുന്നു എന്നതാണ് ഓർക്കേണ്ടത്. കർത്താവ് ക്രൂശിതനായി തന്റെ ആത്മാവിന്റെ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങളിൽ പ്രധാനമായി. ഒന്നാമത് വ്യാപ്തിയെക്കുറിച്ചുള്ളതായ കരുത്ത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജനങ്ങൾ ഭയമുള്ളവരെ കുറിച്ചുള്ളതായ കരുതലിന്റെ പ്രകടനത്തിന്റെ മധ്യത്തിൽ ഈ വസ്തുത നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് എന്തെന്നാൽ തലയാത്മാവിനെ നൽകുന്നതിന് മുമ്പ് നല്ലോടുകൂടിയുണ്ടായിരുന്ന ഋഷിമാർ എല്ലാവരും ഓടിപ്പോയി. മാതാവിനോട് ചേർന്ന് നമ്മുടെ സ്ത്രീകളുണ്ടായിരുന്നു. അവരെ അനുകരിച്ച് അവരോടൊപ്പം നിന്ന് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു. സഹോദരിയുടെ പുത്രനായ യൗവനക്കാരനായ യോഗക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു. അത് ഭരണനായികയും ഞങ്ങളെ താനാക്കി തീർന്നതായ ആ മാതാവിനോടുള്ള കടപ്പാട് പ്രകടിപ്പിച്ചിട്ടുള്ളത് നാം പ്രത്യേകിച്ച് അനുസ്മരിക്കേണ്ടത്. എന്താണ് അവരുടെ കാരണം? ഗബ്രിയേലിൽ നിന്ന് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചു. ആ അരുളപ്പാട് ഉൾക്കൊണ്ടിരുന്ന ഹൃദയത്തിന്റെ സത്യങ്ങൾ ദൂതരുമായി പങ്കിട്ടു. ദൂതൻ നൽകിയതായ ദൈവനിശ്ചയത്തിന്റെയും വചനത്തിന്റെയും അടിസ്ഥാനത്തിൽ അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ചു. ഇതാണ് കർത്താവിന്റെ ദാസി, എന്നെ പോലെ ഭൗതികത എന്ന് പറഞ്ഞതായ ആ മാതാവ് ജന്മമെടുത്തതാണ് നമ്മുടെ കർത്താവ്. താരത്തായ യാത്രയ്ക്ക് മുമ്പ് ജനത്തെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. ശുഭ്രവസ്ത്രധാരിയായി അന്ത്യസ്ഥാനം പങ്കിട്ടതിന് ശേഷം അവിടെയും ആരോടും കൂടെ ഇല്ലാതെ ഏകനായി പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങളത് തന്റെ ശിഷ്യന്മാർ പോലും, ഉച്ച ശിഷ്യന്മാർ പോലും, ഉറപ്പായി വാക്കാലിന്റെ ശിഷ്യന്മാർ പോലും ഓടിപ്പോയി. എന്നാൽ അതിന്റെ രാത്രി പിതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നതാണ്
എന്റെ ഇഷ്ടമല്ല, ഇത് നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ഈ പരമാത്മ നീങ്ങിപ്പോകണമേ പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞ വാക്കുകളാണ്. ആ അമ്മയുടെ പ്രതിഷ്ഠയാണ് കർത്താവ് ജഡം ധരിച്ചെന്ന് പറയുമ്പോൾ നാം അർത്ഥമാക്കുന്നത്. കർത്താവ് അറിയാതെ ശരീരത്തിലേക്ക് മാത്രമല്ല ചെയ്തത്, അറിയാതെ അവൻ മാംസം ധരിക്കുക മാത്രമല്ല ചെയ്തത്, ജഡം ധരിക്കുകയായിരുന്നത് നാം പ്രത്യേകിച്ചു. ജീവിതത്തിന്റെ വ്യക്തിത്വം വ്യക്തമായിരിക്കുന്നതായ ആളുകളുടെ പ്രതിഭ ആ മാതാവിൽ നിന്നാകുന്നു. നമ്മുടെ കർത്താവ് രക്ഷിച്ചതെന്ന് നാം പ്രത്യേകിച്ച് സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഓർത്തിരിക്കുന്നത് നന്നായിരിക്കുന്നു ഓർമ്മിപ്പിക്കട്ടെ. അങ്ങനെ ജഡം ധരിച്ചതായ കർത്താവ് പദവിയോട് മാത്രമല്ല തന്റെ സമശിഷ്ടങ്ങളോടുള്ളതായ തന്റെ ദൗത്യം നിർവഹിക്കുന്നതായ സന്ദർഭവും കാണുന്നു. വിശുദ്ധ പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നരായിരുന്നു, അവരുടെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതില്ല, നിങ്ങൾ ദരിദ്രരായിരുന്നു ഓർത്തുകൊണ്ട്. എന്തിനാണ് കർത്താവ് പറഞ്ഞത്? കർത്താവിന്റെ സ്വന്തം വാക്കുകളിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ സമൃദ്ധിയായ ജീവനുണ്ടാകും. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ട മനുഷ്യത്വം നമുക്ക് വീട്ടിലില്ല. കേശത്ത് ദിവസം എന്ന് പറയുന്ന ബംഗാളി ഹൈദ്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നന്മയായ യേശുവിന്റെ മുഖത്ത് നോക്കിയാൽ ദൈവത്തിന്റെ മനുഷ്യമുഖം കാണുവാൻ കഴിയും എന്ന് പറയുന്നു. അത് മാനവീയത്തിന്റെ പൂർണ്ണതയിലേക്കൊക്കെ കണക്ക് വെച്ചുകൊണ്ടാണ് കർത്താവ് അവസാനമായി ചെയ്തത്. അതാണ് തന്നോടൊപ്പം ക്രൂശിതനായ കള്ളൻ അവനനുഭവിച്ചു. മറ്റേ കള്ളനും ദൈവത്തെ ശാപിച്ചു. ഇവരാവുന്നതിൽ അനുസരിച്ച് ദുരിതത്തിൽ നീനാകുവാൻ സന്നദ്ധരായി. അപ്പോൾ അവരോട് പറഞ്ഞു, നീ തന്നോടുകൂടെ വർദ്ധിസായി. അതുമാണ് വർദ്ധിസായ അനുഭവം. രക്ഷയുടെ അനുഭവമാകുമ്പോൾ വർദ്ധിസായ അനുഭവമായിട്ട് നമുക്കാണ്. ദത്തത്തിന്റെ ഭാഷ എന്ത് നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇന്ന് നീ എന്നോടുകൂടെ വർദ്ധിസായിരിക്കുന്നതാണ്. അതാണ് രക്ഷയുടെ അനുഭവം. സഖായുടെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നിരുന്നു. ഭവനത്തിന്റെ മൂല്യശോഷങ്ങളെ കണ്ടു. തിരുത്തലിന് വിധേയമാവാൻ സന്നദ്ധരായ പരിഹാരം കണ്ടെത്താവുന്ന പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു, നീ വീടിന് രക്ഷയുണ്ടായി. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തോടുകൂടെ കർത്താവിനോടുകൂടെ മാനവീയ പൂർണ്ണതയിലേക്ക് മടങ്ങി വരവാകുന്നു എന്ന് വിസ്മരിച്ച് പറയുന്നത് ഞാൻ ഓർമ്മിക്കട്ടെ. ഈ വർദ്ധിതായ അനുഭവം എന്താകുന്നു? നമുക്ക് വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവവും മനുഷ്യനും തമ്മിൽ പ്രത്യേക ബന്ധമുണ്ടായി. മനുഷ്യനും തമ്മിൽ ഒരു പ്രത്യേക ബന്ധം വിവക്ഷിച്ചു. ഇതിനൊക്കെ നാം പ്രത്യേകിച്ചോ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമുണ്ട ഒരേ ശ്വാസം. ഒരേ ശ്വാസത്തിൽ ഈ ഭൂമിയിലുള്ളതായ ധാതുക്കളോടുള്ള പൊടിയെടുത്ത് അന്തരീക്ഷത്തിലെ ജലാംശവും ചേർത്ത് നമുക്ക് ദൈവം രൂപത്തിൽ ഈ നൽകപ്പെട്ടതായ നിയോഗത്തിലേക്ക് ദൈവത്തിന്റെ ജീവശ്വാസം ഉയർപ്പെടാകുന്നു. നാം ജീവനുടെ ദൈവമായിരുന്നു നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. ഇപ്പോൾ മരണത്തിൽ സംഭവിക്കുന്നത് ജീവൻ നൽകുന്നതിൽ ആ ജീവശ്വാസം ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും. ഇവിടെ നിന്ന് നാം ധരിച്ചതായ ഈ ശരീരം, ഈ ധാതുക്കൾ ഈ ഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകും. യഥാർത്ഥിയോ നിത്യതയോട് നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വം ദൈവം നമുക്കുണ്ട്. അതാണ് കർത്താവ് നമുക്ക് നൽകിയതായ ഉറപ്പ്. രാമപ്രകാരം നിന്നുകൊണ്ട് കഥവയിൽ 4 ദിവസം കഴിഞ്ഞ് ദ്രവീകരണ പ്രക്രിയയിൽ വിധേയമായിരിക്കുന്ന ശരീരം അവിടെ കിടക്കുന്ന സമയത്ത് കർത്താവ് വിളിച്ചു. നിത്യതയോട് നിലനിർത്തുന്ന പേര് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി. ദൈവം നമ്മെ പ്രവർത്തിച്ച് അറിയും. നാം ഒരിക്കലും വിസ്മരിക്കുന്നു. നാം അവരുടെ മഹത്വസന്നിധിയിൽ നാം നമ്മുടെ പ്രിയപ്പെട്ടവർ ബാക്കിപ്പോയവരും ജീവിച്ചിരിക്കുന്നത് ഇനി വരുവാനുള്ളവർ ഒരുമിച്ച് നിൽക്കേണ്ടവരാകുന്നു എന്നുള്ളത് നാം ഒരു കാലത്ത് വിസ്മരിക്കരുത് എന്നോർമ്മിക്കുന്നു. ദൈവം നമ്മെ പ്രവർത്തിച്ച് വിളിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാണുവാൻ, ഒരുമിച്ച് ദർശിപ്പാൻ, ദൈവത്തിന് മഹത്വം കഴിക്കുവാനും ദൈവം ഇടവെത്തും നാം പ്രത്യേകിച്ചു. ആ വലിയ പ്രത്യാശയിലൂടെ ഈ കർത്തൃത്വം ദാസിയായ ഭൗതികമായി ഈ മണ്ണിൽ നിന്നെടുത്തതായ ഈ ഭൗതികമായ ഈ മണ്ണിൽ തന്നെ
സ്തോത്രം ചെയ്യാം. പുനരുദ്ധാരണ വീണ്ടും ഒരുമിച്ച് കാണുമെന്നുള്ള പ്രത്യാശയോട് നമുക്ക് ചുമരം ചെയ്ത് യാത്ര പറയാം. കർത്താവ് നമ്മോടുകൂടി ഇരുന്ന് ആ വലിയ അനുഭവത്തിലേക്ക് നമ്മെ നയിപ്പാൻ തന്നോട് നമ്മുടെ ജീവിതത്തെ ഒരുക്കണമെന്ന് നിരന്തരമായി പ്രാർത്ഥിക്കാം. ആ വലിയ കൃപയെ കണ്ടെത്തുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ ഇസ്രായേൽ പ്രാർത്ഥിക്കും. ഇപ്പോൾ നമുക്ക് കുടുംബാംഗം എല്ലാവരും അവിടെ തന്നെ ഇരിക്കുകയും കുടുംബാംഗങ്ങൾ ഭാഗം ഭൗതിക ശുശ്രൂഷകളോട് ചുമതല ചെയ്ത് യാത്ര പറഞ്ഞതിന് ശേഷം കുടുംബാംഗങ്ങൾ ചുമതല ചെയ്തതിന് ശേഷം അനുശോചനം പറയാൻ പറയാം. അതുപോലെ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേക വാക്ക് പറയാനുണ്ടെങ്കിൽ അത് കേട്ട് അറിയാം. കുർദമലയിലോക പ്രസിഡന്റ് ശ്രീ മാത്യു കല്ലൂങ്കത്തറ ഇടവകയുടെ പ്രതിനിധിയായി ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തുന്നു. അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, വികാരി ജനറൽ കെ എം മാമനച്ചൻ, കോറപ്പിസ്കോപ്പ, മറ്റ് വൈദിക ശ്രേഷ്ഠർ, മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഏത് മനുഷ്യനും ഈ ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ മരണം വഴിയായി ദൈവസന്നിധിയിൽ ചെല്ലിച്ചേരേണ്ടത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ പ്രിയപ്പെട്ട മാതാവ് 82 വർഷക്കാലം ഈ ലോകത്തിൽ ധന്യമായ ജീവിതം നയിച്ച് നമുക്ക് മാതൃകാപരമായ ഒരു ജീവിതചര്യ കാണിച്ചു തന്നു എന്നുള്ളത് നമുക്കേവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഞാനിത് പറയുമ്പോൾ ജോർജായനെ എന്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. ജോർജായനെ എന്റെ ഒരു വലിയ സുഹൃത്തായിരുന്നു. ഞാൻ ഈ പ്രദേശത്ത് താമസത്തിന് വരുമ്പോൾ ജോർജായൻ എന്നോട് പറയും, ഭാര്യ ഭവനവുമായി ബന്ധിച്ച് ഓർത്തഡോക്സ് സഭയിലേക്കൊന്നും കുഴയ്ക്കരുത്, മാർത്തോമാ സഭയിൽ തന്നെ നിൽക്കണം എന്നിങ്ങനെ കാണുമ്പോൾ ശക്തമായി പറയുമായിരുന്നു. കാരണം ഞാനന്ന് ഈ ഇടവകയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അബുദാബിയിൽ നിന്ന് അവധിക്ക് വരും, അവധി കഴിഞ്ഞ്
മടങ്ങിപ്പോകും. അബുദാബിയിലെ മെമ്പർഷിപ്പ് കൊണ്ട് മാത്രം ഞാൻ നിലനിൽക്കുകയാണ്. അവിടെ ഈ അവരുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് ശക്തമായ നിർദ്ദേശം ജോർജായി തരുന്നത്. ഞാൻ ജോർജായോട് പറഞ്ഞു, ജോർജായ അങ്ങനെയൊന്നും പോകുന്നില്ല. ഞാൻ മാർത്തോമാ സഭയുടെ ഒരു സഭാ കൗൺസിൽ അംഗമാണ്. മാർത്തോമാ സഭാ പ്രതിനിധി മണ്ഡലത്തില് അനേകം വർഷം ഞാൻ മെമ്പറായിരുന്നിട്ടുണ്ട്. സഭയുടെ ആവേശം, സഭയുടെ ദുഷ്ടത ഞാൻ ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാൻ വന്ന് ഇവിടുത്തെ മെമ്പർഷിപ്പ് എടുത്ത് വന്നു കഴിയുമ്പോഴേ ജോർജായൻ മണ്ഡലത്തെ നിലയിൽ അങ്ങനെ ഒന്നാമത് വന്നിരിക്കുമ്പോഴടുത്ത് ഞാനിരിക്കും. മിക്കവാറും ഞങ്ങൾ അടുത്തടുത്താണ് ഇരിക്കാറുള്ളത്. അങ്ങനെ വളരെ സൗഹൃദ ബന്ധം പുലർത്തിയ ജോർജായന്റെ ഭവനത്തില്, ഇന്നത്തെ പുതിയ ഭവനത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പഴയ ഭവനത്തില് ധാരാളം പ്രാവശ്യം ഞാൻ പോയി. അന്നാ ഈ അമ്മച്ചിയുടെ ആതിഥ്യ മര്യാദ, സ്നേഹവായ്പ് ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് അവിടുന്ന് അനുഭവിക്കാതെ ഒന്ന് കഴിക്കാതെ പോരാറുണ്ട്. കുറഞ്ഞ പക്ഷം ഒരു ബിസ്ക്കറ്റ് എങ്കിലും കഴിക്കാതെ പോരാറുണ്ട്. അത്രമാത്രം ആതിഥ്യ മര്യാദയും സ്നേഹവും വാത്സല്യമുള്ള ഒരു പ്രിയ മാതാവാണ് ഇന്ന് നമ്മൾ യാത്ര പറയാൻ പോകുന്നതായി. വേറൊരു സംഭവം എന്റെ മനസ്സിലൊന്നാണ് ഈ മക്കളുമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ 1993 തോന്നുന്നു സഭാ കൗൺസിലിലേക്ക് മത്സരിക്കുമ്പോൾ ഞാൻ ബാഹ്യ കേരള എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു മണ്ഡലമുണ്ട്, അതിൽ നിന്നാണ് മത്സരിക്കുന്നത്. മറ്റ് മുദ്രാസനങ്ങൾക്കൊന്നുമല്ല. കാരണം എനിക്ക് ഞാൻ വെളിയിലുള്ളവനായിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പിനായി ഇവിടെ വന്നു കഴിയുമ്പോൾ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്, ആളുകൾ ധാരാളം വേണം. അന്ന് ഞാനിവിടെ വന്നപ്പോൾ രാജൻ എന്നെ സമീപിച്ച ശക്തമായ മത്സരം നമുക്ക് മത്സരിക്കണം, വിജയിക്കണം, ഞങ്ങളുടെ പ്രദേശത്തു നിന്നും ഒരു സഭാ കൗൺസിലന് ഉണ്ടാകണം എന്ന് പറഞ്ഞ് രാജൻ കുറെ യുവജന സംഖ്യാംഗങ്ങളെ സംഘടിപ്പിച്ച് എന്റെ കൂടെ തിരുവല്ല സഭാ ഓഫീസിന്റെ മുറ്റത്ത് രാവിലെ മുതൽ വൈകുന്നത് വരെ വോട്ട് പിടുത്തം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് ഞാൻ ഓർക്കുകയും. പക്ഷേ ദുർഭാഗ്യം എന്ന് പറയാൻ 14 വോട്ടിന് ഞാൻ തോറ്റുപോയി. അത് വേറൊരു കാര്യം. പിന്നീട് ഞാൻ സഭാ കൗൺസിലിലേക്ക് വിജയിച്ചു വന്നു. പക്ഷെ അപ്പോഴേക്കും രാജൻ അമേരിക്കയിൽ. അങ്ങനെ ഞങ്ങളൊരു വൈകാരിക ബന്ധമുള്ള ഒരു കുടുംബമാണ് ജോർജായനും ഈ അമ്മച്ചിയും മക്കളും, ബാബുവും രാജനും. ലിസിയെ മാത്രം എനിക്ക് നേരിട്ട് പരിചയം. പക്ഷെ കേട്ട് കാര്യങ്ങളൊക്കെ അമ്മച്ചിയുടെ ധന്യമായ ജീവിതം ഞാൻ വളരെ കൃതജ്ഞതയുള്ള സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. ലൈഫ് ഇസ് എ ടെമ്പററി അസൈൻമെന്റ് എന്നാണ് പറയുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും താൽക്കാലികമായി ഈ ലോകത്തിൽ ജീവിച്ച് നിത്യതയുടെ അവകാശത്തിലേക്ക് പോകുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് ലോകം. Does this brother pass out of a prison into a beautiful palace? ഈ ദുരിതപൂർണമായ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് ഇമ്പങ്ങളുടെ പറീസായിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ മരണം നമ്മുടെ ജീവിതത്തിന്റെ അവസാനമാണ്. നല്ല ഒരവസ്ഥയിലേക്ക്, നല്ല ഒരു ജീവിതത്തിലേക്ക്, നിത്യതയിലേക്ക് കടന്നു പോകുന്നതായ ഒരവസ്ഥയാണ്. ഞാനത് ദർശിപ്പിക്കുന്നില്ല. ഈ കുടുംബം നമ്മുടെ ഇടവയുള്ള പ്രവർത്തനങ്ങളില്, സഭാ ശുശ്രൂഷകളില്, ദേശത്ത് ജോർജായെ സംബന്ധിച്ച് പറയുമ്പോൾ രാജ്യസേവ നടത്തിയ ആളാണ്. അതായത് മിലിറ്ററിയിൽ നിന്ന് രാജ്യത്തിന്റെ രക്ഷ കാത്തു സൂക്ഷിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടു. ഇവിടെ വന്ന പോസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു വലിയ സേവന മേഖലയാണ്. അവിടെ പ്രവർത്തിച്ചു. ഇടവകയുടെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ പ്രവർത്തിച്ചു. അങ്ങനെ ദേശത്ത്, രാജ്യത്ത്
കൊള്ളാവുന്നവനായി പ്രവർത്തിച്ചതായ ജോർജാവിന്റെ സഹധർമ്മി ഇവിടെ നമ്മൾ നിന്ന് കടന്നുപോവുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ പൂർണ്ണമല മാത്രമായ ഇടവക നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരും. ജിസി കുടുംബവും ദുഃഖിതരാണ്, ഞങ്ങൾ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരും. ബാബുവും കുടുംബവും ദുഃഖിതരാണ്, പൂർണ്ണമല മാത്രമായ ഇടവക നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരും. രാജന കുടുംബവും ദുഃഖിതരാണ്, നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരും. സകല ദുഃഖീകരിക്കുന്നതായ ദൈവസമാധാനം ക്രിസ്തുവേശുവിൽ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള വാക്കുകളോടുകൂടി ഞാൻ എൻ്റെ ഈ അനുശോചന സന്ദേശം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുശോചന സുഖകരമായി ട്രസ്റ്റി ജേക്കബ് ചാക്കോ ഇപ്പോൾ ഈ പ്രിയപ്പെട്ട മാതാവിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന മക്കൾ, അവരുടെ കുടുംബങ്ങൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ട ശ്രീ ഫ്രാൻസിസ്കോപ്പ, ഫാദർ മാത്യു തോമസ്, മറ്റേവരുമേയും സ്നേഹവന്ദനം. ഒരു വാക്ക് അനുശോചനം പറയുവാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഈ ഇടവകയില് യുവജനാസഖ്യാംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെയധികം നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബമായിരുന്നു കുറ്റിക്കാട്ടെ ഈ കുടുംബം. പ്രത്യേകിച്ച് ഈ അമ്മച്ചിയുടെ മകൻ രാജനുമായിട്ടുള്ള വ്യക്തിബന്ധം അത് വളരെ ശക്തമായിരുന്നു. പല പ്രാവശ്യവും ഈ വീട്ടില് പോവാനിടയായിട്ടുണ്ട്. ഇത്രയും വാഹന സൗകര്യങ്ങളും വഴിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഒരു പഴയ സൈക്കിള് കുറ്റിക്കാട്ടെ ചാനൽ വീടിന്റെ അവിടെ ഉപയോഗിച്ചിട്ട് അവിടെ മാത്തുകുട്ടി എന്ന് പറയുന്ന ചാനൽ വീടിന്റെ ഇടയിലുള്ള ചെറിയ വഴിയിലൂടെ നടന്ന് സ്ഥിരമായി ഈ ഭവനത്തിൽ പോകുമായിരുന്നു. അന്ന് അമ്മച്ചിയുടെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ചെന്നാലും വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കും. എന്തെങ്കിലുമൊക്കെ ക്ഷീണിച്ച് നടന്നു വന്നല്ലോ, കഴിക്കണം, കുടിക്കണം എന്നൊക്കെ പറഞ്ഞത് ബന്ധിച്ച് വളരെ സ്നേഹത്തോടുകൂടി ഈ ഭവനത്തിൽ അമ്മച്ചി സ്വീകരിച്ചു. മാത്രമല്ലാതെ ഈ അമ്മച്ചിയുടെ മകൾ സാരി സുഖമില്ലാതെ ഭവനത്തിലുണ്ടായിരുന്നു. അത് വ്യക്തമായി ഞാൻ ഓർക്കുന്നു. ആ മകളെ വളരെയധികം കാര്യമായി പരിപാലിക്കുകയും കരുതുകയും ചെയ്യുന്ന അമ്മച്ചി ഇവിടെ ആയിരുന്നു. അതുകൊണ്ട് നല്ല മാതൃകൾ അവശേഷിപ്പിച്ചിട്ട് പോയ ഈ അമ്മച്ചിയുടെ വേർപാടിന്റെ ദുഃഖത്തിൽ കുടുംബാംഗങ്ങളോടും ഞാൻ പങ്കുചേരും. ഇന്ന് വിജയത്തിന്റെയും നേട്ടത്തിന്റെയും വാശിയുടെയും നേടിയെടുക്കലിന്റെയും ഒക്കെ ഒരു കാലമാണ്. എന്നാൽ ഈ പ്രദേശത്തുണ്ടായിരുന്ന അമ്മമാർ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും അടയാളമായിരുന്നു. അവരുടെ കണ്ണുനീരൊക്കെയുള്ള പ്രാർത്ഥനയും വിയർപ്പൊഴുക്കിയുള്ള അധ്വാനവും എല്ലാവർക്കും മാതൃകയായിരുന്നു. അവരാരും വലിയ പ്രസംഗങ്ങളൊന്നും നടത്തിയിട്ടില്ല, വലിയ ഉന്നത പദവികളൊന്നും വഹിച്ചിട്ടില്ല. എന്നാലും തങ്ങളുടെ ചെറിയ വീടുകളിൽ തങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് മാതൃകയുള്ള നല്ല ജീവിതം നയിച്ച ഒരമ്മച്ചിയായിരുന്നു നമ്മെ ഇവിടെ കടന്നുപോയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു മാതൃകയാണ്. ഈ അമ്മച്ചിയുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. കുടുംബാംഗങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ അമ്മച്ചിയുടെ നല്ല മാതൃകകൾ പിന്തുടർന്ന് സ്നേഹത്തിന്റെ ക്രിസ്തീയ അനുഭവത്തിൽ വളരുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇവിടുത്തെ ഈ ഇടവക അധികാരിയായിരുന്ന ഫാദർ മാത്യു തോമസ് ഇപ്പോൾ അനുശോചനം പാലിക്കും. ബഹുമാനരായ വൈദിക സെക്രട്ടറി, പ്രിയപ്പെട്ട കോറച്ചൻ, പ്രിയമാതാവിന്റെ വേർപാടില് ദുഃഖത്തിലും വിലാപത്തിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, വന്ന് ഇവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഈ ഭൗതിക ലോകത്തിൽ വെച്ച് ഈ പ്രിയമാതാവിനെ ഒരു നോക്കിൽ കാണുവാനും പ്രിയമാതാവിന്റെ വേർപാടില് ദുഃഖത്തിലും വിലാപത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനൊപ്പം ആ വിഷയത്തെ വന്ന് ചേർന്നിരിക്കുകയാണ്. ഈ പ്രിയമാതാവിന്റെ മകന് പ്രിയപ്പെട്ട രാജ്യമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിലാണ് ഞാൻ ഇവിടെ വരുവാനപ്പോൾ ഇടയായിട്ടുള്ളത്. എന്നാൽ ഒരു
1986 തൊട്ട് ഒരു 6 വർഷം പൂർണ്ണമല ഓർത്തഡോക്സ് ഇടവകയിൽ പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഇരു സഭകളും തമ്മിൽ വളരെ അനുഗ്രഹമായിട്ടുള്ള ഒരു പ്രവർത്തന മണ്ഡലം ഇവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സംയുക്ത ക്രിസ്മസ് ആഘോഷങ്ങൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്നു. അതിനൊരു ആഘോഷ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിലെ ഓർത്തഡോക്സ് സഭയിൽ നിന്നും മാർത്തോമാ സഭയിൽ നിന്നും കത്തോലിക്ക സഭയിൽ നിന്നും ഇവാഞ്ചലിക്കൽ സഭയിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ളയും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട രാജൻ. അന്ന് ആ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന പലരെയും ഇപ്പോഴും വളരെ സ്നേഹത്തോടെ ഓർക്കാറുണ്ട്. അതിൽ പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ ഡേവിഡ് ചാനൽ ഒക്കെ വളരെ താല്പര്യമായിട്ട് ആ കാര്യത്തിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ആ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട രാജന് ഇതിന്റെ സെക്രട്ടറിയോടൊപ്പം തന്നെ മാർത്തോമ ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടമായിട്ട് ഞാൻ ഓർക്കുന്നു. ആ രീതിയിൽ പ്രിയപ്പെട്ട രാജനോടുള്ള ആ സ്നേഹബന്ധം അദ്ദേഹത്തിന്റെ പിതാവുമായിട്ട് വളരെ സ്നേഹമായിട്ട് കാണുവാനും പ്രവർത്തിക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മാതാവിന്റെ ദേഹവിയോഗത്തിൽ എന്റേതായിട്ടുള്ള ദുഃഖങ്ങൾ അറിയിക്കുന്നു, അനുശോചനം അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രിയ മാതാവിന് സന്തോഷവും ആനന്ദവും കണ്ടെത്തുവാൻ തക്കവണ്ണം ആ സ്വർഗീയാഭവങ്ങളിൽ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി അനുശോചനം അറിയിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളായിരുന്നു. കുടുംബത്തിന് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് രാജന്റെ യോഗത്തിനെ ക്ഷണിക്കുന്നു. അഭിമന്യ മെട്രോപൊളിറ്റൻ ഫാദർ തോമസ് എപ്പിസ്കോപ്പ പെരുവറൻ മറ്റു അച്ഛന്മാർ പോയി ചിലർന്നു വലിയ പ്രശ്നമായി. പ്രസിദ്ധനായ സുവിശേഷ പ്രസംഗനായ മിഷണറിയായിരുന്ന ML മൂടി മരണാനന്തര ജീവിതത്തെപ്പറ്റിയും അതിന്റെ ആനന്ദത്തെപ്പറ്റിയും സവിസ്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദിയിൽ ഒരു കവികാരൻ കടന്നു വന്ന് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു. അവിടുത്തെ മൂടി താങ്കൾ ഇപ്പോൾ മരിക്കുവാൻ തയ്യാറാണ്. മൂടി മറുപടി പറഞ്ഞു, മരിച്ച് എന്റെ ദൈവത്തോട് ചേരുവാൻ ഞാനെന്നും ആഗ്രഹിക്കുന്നു. അതിൽ കവിഞ്ഞ് ഉള്ള സന്തോഷം എനിക്ക് ജീവിതത്തിലില്ല. എന്നാൽ ഇപ്പോൾ ഈ ജീവിക്കുന്നതിനുള്ള അവസരമാണ് മരിക്കുന്നത്. മരിക്കുവാനുള്ള കൃപയിലേക്കുമ്പോൾ ഞാൻ മരിക്കും. മരണം ഒരു കൃപയാണ്, ഗ്രേസ്. ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ അമ്മ ഭാഗ്യവതിയാണ്. മരണമാകുന്ന നദി കടന്ന് കരയെത്തുന്നത് മനോഹര ദേശത്താണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് പറയാൻ സാധിക്കും മരണം കൃപയാണ്.
അപൂർവയുടെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കാണുന്നത് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞാൻ സന്തോഷമാണ്. എന്നാൽ മാനുഷിക ബന്ധങ്ങൾ സൃഷ്ടിച്ച് മാനുഷിക ബന്ധങ്ങൾക്ക് വില നൽകിയ ദൈവം അതിന്റെ അർത്ഥം നിന്ന് ചിന്ത സുവിശേഷങ്ങളിലൂടെ വിവരിക്കുമ്പോൾ മാനുഷിക ബന്ധം മുറിയുമ്പോൾ വേദന ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഒരു ജീവിതം മുഴുവൻ സ്നേഹമായിരുന്ന അമ്മ ഭയപ്പെടുമ്പോൾ എന്റെ ദുഃഖം വലിയ അമ്മയെ പറ്റി കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് അവരെന്താണെന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് അവർ പറയാത്ത 2 കാര്യം മാത്രമേ ഉള്ളൂ. അമ്മയെപ്പറ്റി ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് she was a woman with no desire other than loving her children and the people around her. മക്കളെ സ്നേഹിക്കുക, മറ്റുള്ളവരെ കരുതുക എന്നുള്ളതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് ഒരു ലക്ഷ്യവുമില്ല, ഒരു അഭിലാഷമുള്ളതായി മനസ്സിലാക്കുന്നില്ല. ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ എല്ലാ അമ്മമാരും അവരെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് എൻ്റെ അമ്മ. ഇന്ന് പകൽസമയം പ്രൊഫസർ പി.സി. തോമസ് സാറിനെ സംസാരിക്കുകയുണ്ടായി. അമ്മ വലിയ ഒരു വക്കീലാണ്. ഞാൻ അതിൽ പറഞ്ഞു, ന്യായം വിധിക്കാനുള്ള ഒരു ഏരിയയായിട്ടാണ് ഉപയോഗിക്കുന്നത്. സാർ പറഞ്ഞതായി പ്രകാരമാണ് അമ്മ ഒരു വക്കീലാണ്, പിതാവിന്റെ അരികിൽ. ഞാൻ ഓർക്കുന്നത്, ഞാൻ എൻ്റെ സഹോദരൻ സംഘം വെച്ച് കുസൃതിക്കാരായിരുന്നു. വഴക്കെടുപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് അമ്മയായിരുന്നു. അപ്പൻ്റെ കേസിൽ അപ്പൻ വടിയെടുത്ത് അടിക്കുമായിരുന്നു മിനിസ്ട്രീഷനായിരുന്നതുകൊണ്ട് ആ അടി 10 പ്രാവശ്യം അമ്മയ്ക്ക് കിട്ടുമോ. ഒരിക്കലും വഴക്ക് പറയാൻ അറിയത്തില്ല. വഴക്ക് പറയാതിരുന്നത് നന്നായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ വഴക്ക് പറയാൻ അമ്മയ്ക്ക് അറിയത്തില്ല. അച്ഛനും വഴക്ക് പറയാൻ അറിയത്തുള്ളൂ, അമ്മയ്ക്ക് വഴക്ക് പറയാൻ അറിയത്തില്ല. ഒരു ജീവിതം മുഴുവൻ സ്നേഹിച്ച് പ്രത്യേകിച്ച് ഞാൻ വീട്ടിലെ ഇളയ മകനാകുമ്പോൾ സ്നേഹം ഒത്തിരി അനുഭവിച്ചു. 30 വയസ്സുകാരൻ അമ്മയുടെ പോരുന്നത് പോലെ എതിർപ്പെടാനൊക്കെ എനിക്ക് സാധിച്ചു. അതുപോലെ എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിച്ചു. മറ്റൊരു കാര്യം പറയാനുള്ളത്, അമ്മയ്ക്ക് സ്വന്തം എന്ന് പറയാനുള്ളതല്ല, അമ്മയ്ക്ക് ആഗ്രഹമില്ല. ലളിത ജീവിതമാണ്. ഞങ്ങൾ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ അമ്മയ്ക്ക് ഇതിന് കൊടുത്താൽ അമ്മ മറ്റു ഭാഗങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ മോൻ കൊടുക്കും, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് വീടിന് കൊടുത്താൽ സംഭാവന ചെയ്യും. അമ്മയ്ക്കൊന്നും വേണ്ട. ഞാനൊന്ന് കൊടുത്താൽ അത് മോക്ക് കൊടുക്കും, മോളൊക്കെ കൊടുത്താൽ അത് എനിക്ക് തരും. അമ്മയ്ക്ക് സ്വന്തമായിട്ടൊന്നും വേണ്ട ജീവിതത്തിൽ. അങ്ങനെ നിസ്വാർത്ഥമതിയായ ഒരു അമ്മയാണ് എനിക്ക് നഷ്ടം. അതിന് നമ്മുടെ മൂല്യങ്ങൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വേർപാട് മാനുഷികമായി ഞങ്ങൾക്ക് വലിയ വേദനയാണ്. മക്കളുടെ അമ്മ പ്രവേശിച്ചിരിക്കുന്ന നിത്യമായ വേദനയില്ലാത്ത, ഭാരമില്ലാത്ത, രോഗമില്ലാത്ത ആരാധകരം ഓർക്കപ്പെട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ അമ്മയുടെ സ്നേഹം ഇത്രയുമാണെങ്കിൽ മനുഷ്യരാശിക്ക് വേണ്ടി ജീവനെ കഴിഞ്ഞ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതേ നിലത്തിൽ ജീവിക്കാൻ നമുക്കെല്ലാവരും ഇടയായി തീരട്ടെ. ഞാൻ കൂടുതൽ പറയുന്നുണ്ട്, എനിക്ക് വാക്കുകളില്ല. എനിക്ക് ഈ കഴിഞ്ഞ 4 ദിവസമായ അമ്മമാർപ്പെട്ട ദിവസം മുതൽ ഒരുപാട് ആശ്വാസ വാക്കുകളും ആശ്വാസ ഗീതങ്ങളും ഉപദേശങ്ങളൊക്കെ തന്ന ധാരാളം അമ്മമാരോട് എനിക്കറിയാതെ കടപ്പാടുള്ളത് ഇന്നത്തെ ഈ വിശുദ്ധ ശുശ്രൂഷ ആസ്വദിച്ച അഭിനന്ദനങ്ങളുള്ള തീരുമാനങ്ങളാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 4-5 പരിപാടിക്ക് ശേഷമാണ് വന്നത്. 4 മണിക്കാണ് നമ്മുടെ ശുശ്രൂഷ വെച്ചിരുന്നത്. 3:30 വന്നു. ഇത്ര തിരക്ക് പിടിച്ച സഭയെ കാലോചിതമായി നയിക്കുന്ന കാലഘട്ടം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സഭയുടെ കാലമായ ആശയങ്ങൾ സമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ച് അന്തർദേശീയ തന്നെ സഭയെ ഉയർത്തിക്കാട്ടുന്നതിൽ എണ്ണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാലഘട്ടം സഭയ്ക്ക് അഭിമാനകരമാണ്. ആയിരങ്ങളുടെ നേരിടുന്നവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ തലമുറകളിൽ ഈ ശുശ്രൂഷ ആസ്വദിച്ചുള്ള ഞങ്ങൾക്കുള്ള ആളുകളോട് അർപ്പിക്കുന്നു. പിന്നെ എനിക്ക് അറിയിക്കാനുള്ളത്, നമുക്ക് അത് പ്രിയങ്കരനായ നമ്മുടെ മാമനച്ഛനാണ്. നമുക്കറിയാം, സംതൃപ്തിയായ നിർമ്മാണം എപ്പോഴും നമ്മോടൊപ്പം ഇത്തരം ദിവസങ്ങളൊക്കെ വീട്ടിലുള്ള ആരാധനകളുള്ള ഈ സ്ഥാപനമൊക്കെ നൽകിത്തരണം. നമുക്ക് വേണ്ടി അറിയിക്കുന്നു. എന്നെ അറിയിക്കുന്നത് തോമസ് എപ്പിസ്കോപ്പാണ്. ഞങ്ങൾ എപ്പിസ്കോപ്പ ഒന്നും പറയുകയില്ല. എന്റെ മതങ്ങളോടെ സ്വന്തം ഉപാസനാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്നത് അച്ഛനാണ്. കുടുംബത്തിലേത് ആവശ്യമുണ്ടെങ്കിലും എപ്പിസ്കോയാണോ പ്രവർത്തനമാണോ കൊടുക്കാതെ എല്ലാ കാര്യത്തിലും
നമ്മുടെ പ്രിയങ്കരനായ ഇവിടെ ഓർമ്മിക്കാതെയാണ് അച്ഛന് പ്രിയകാരനായ ഇവിടെ വന്നിട്ട് ഞാൻ ഇതിന് 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നു. അമ്മയുടെ അസുഖഭാഷമായതുകൊണ്ട് നമ്മൾ വന്നപ്പോഴാണ് അച്ഛനെ അറിയപ്പെട്ടത്. അച്ഛനെ ബന്ധപ്പെട്ട അച്ഛനെ വീട്ടാണ് വേണ്ട ആവശ്യം 3 മാസം മുമ്പാണ്. പ്രായം കൊണ്ട് അച്ഛൻ്റെ അനിയനാണെങ്കിലും പക്വതകൊണ്ട് അച്ഛൻ്റെ ചേട്ടനാണ് എനിക്ക് മനസ്സിലായി. ഒരു അനിയനെ പോലെ ചേർത്ത് മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ഒരു മനോഭാവമുണ്ട്. കുടുംബത്തിന്റെ ആവശ്യം വേറെ ആവശ്യങ്ങളെന്ന് മനസ്സിലാക്കി സംസാരിക്കാനുള്ള കഴിവ്. ആ പാണ്ഡിത്യം അച്ഛൻ്റെ എഴുത്തുകാരനാണ്. അച്ഛൻ്റെ ബുക്കുകൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ ആരാധന രീതി ജനങ്ങളോടുള്ള സമീപനം ഇതെല്ലാം ഞാൻ ചുരുങ്ങിയാണെന്ന് പറഞ്ഞേക്കാൻ അറിയാം. ഞാൻ കണ്ടവൻ അച്ഛൻ്റെ നേതൃത്വം നമ്മുടെ വൈദ്യുതി തീരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിന് ആശ്വാസവാർത്തകൾക്ക് പലപ്പോഴും അമ്മ രോഗിയായപ്പോൾ അമ്മയുടെ ചെന്ന ഉടനെ അമ്മയോട് പറയും അച്ഛൻ വന്നിരുന്നു ഞാൻ ചോദിക്കുമെന്ന് പറയും. എയർപോർട്ടിൽ പല പ്രാവശ്യം എഴുതുകയും അമ്മയെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾ പല സാധനങ്ങളുമായി പ്രവർത്തിക്കേണ്ടത്. പിന്നെ ഞാൻ 14 അച്ഛന്മാരാണ് ഇവിടെ സംബന്ധിച്ചത്. ഞാൻ ഓടിച്ചവരുടെ പേരുകൾ മാത്രം വായിക്കാം. എല്ലാം എനിക്ക് പ്രിയങ്കരമാണ്. ഞാൻ ഓടിച്ചവരുടെ അച്ഛന്മാരുടെ എനിക്ക് സന്തോഷമാണ്. ഒരു പേര് പറയാത്തവരെ കൂടാതെ റവറൻ വർഗീസ് തോമസ്, റവറൻ എമ്മെലി, റവറൻ ജോർജ് വർഗീസ്, റവറൻ ജി ജോർജ്, റവറൻ സജിതി തോമസ്, റവറൻ ജെസി വർഗീസ്, റവറൻ ആന്റി തോമസ്, ജേക്കബ് വർഗീസ്, റവറൻ ശ്രീയാൻ തോമസ്. പ്രയാസമാർ ഐഡിയ പ്രശ്നമുള്ള നന്ദി. നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞങ്ങളെ ആശ്വസിച്ചപ്പോൾ നന്ദി. എല്ലാവരും തിരക്കുള്ള ജീവിതത്തിലാണ് ഇടയിലൂടെ കുടുംബക്കാരൊക്കെ നേരത്തെ അങ്ങനെ പറയുന്നു. എല്ലാവരെയും അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മെ അറിയിക്കാനുള്ളത് ഈ ഇടവകയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ്. നമ്മുടെ ഇടവകയിൽ നല്ലൊരു പാരമ്പര്യം കീപ്പപ്പ് ചെയ്യുന്നതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഒരു കുടുംബത്തിലെ ഒരു അംഗങ്ങളൊക്കെ നമ്മൾ പോയി പ്രാർത്ഥന വെക്കുന്നത് ഞങ്ങളുടെ ആഗ്രഹമാണ്. നമ്മൾ പ്രാർത്ഥന വെക്കും. ചിലപ്പോൾ മരിച്ചാലൊക്കെ ഒരു വർഷം പ്രാർത്ഥന വെക്കുക ഇറങ്ങാനാണ് ചെയ്യുന്നതിനകത്ത് ഒരു ആക്റ്റീവ് അംഗമായിരുന്നു നമുക്ക്. പഴയ കാലത്ത് പറയുകയാണ്. ഇന്ന് അങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥന. അത് ചുമ്മാതല്ലായിരുന്നു. വളരെ അനുഭവമായിരുന്നു. മെസ്സേജുകളൊന്നും അച്ഛൻ വളരെ ക്രമീകരിച്ചു ഓർക്കുകയാണ്. അയാളുടെ തലമുറത്തെ ഇടയിൽ ലഭിച്ച മറ്റങ്ങളിൽ ലഭിച്ച പ്രാർത്ഥനാകൂട്ടം എല്ലാ മതത്തിലും സംഗീത പ്രാർത്ഥനാകൂട്ടമുണ്ട്, ദൈവ സംഘമുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയുടെ പാഠപുസ്തകത്തിൽ വായിച്ച് പാഠപുസ്തകത്തിൽ വായിച്ച് നിങ്ങൾ എല്ലാവരും ബന്ധപ്പെടുക നന്ദി. പിന്നെ നന്ദി അറിയിക്കുന്നത് ഇവിടെ ഞങ്ങളുടെ ഗ്രാമ ശുശ്രൂഷ നിർവഹിച്ചത് കുമ്പനാട് കണിക്കൽ മിഷൻ പ്രോഫിറ്റ് മുതൽ ഇവിടെ വരെ മനോഹരമായ ആശീർവാദം ഇതെല്ലാം ലഭിച്ചത് നമ്മുടെ പ്രിയങ്കരനായ ജോർമാക്കി സംഭവമാണ്. അവർ 3 പേർക്കുള്ള ടീമാണ്. അവർ പാടിയ പാട്ടുകളെല്ലാം 30 പാട്ടുകൾ നിർദ്ദിഷ്ട ആശ്വാസകരങ്ങളായിരുന്നു. ആ 3 പേരിൽപ്പെട്ടവരുള്ള നന്ദി ഞാൻ അറിയുന്നു. കൂടുതൽ പാടുവാൻ പ്രത്യേക ശക്തരാകട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി പറയുന്നത് ഇവിടെ ഈ നമ്മുടെ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്ന ലൈവായിട്ട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ എല്ലാ പരിപാടികൾക്കും ഭാഗവാനായിക്കൊണ്ടിരിക്കുന്ന സഞ്ജയ് സന്തോഷികൾ അവരുടെ എല്ലാവരുടെ ടെക്നിക്കായിട്ട് ഇവിടെ എല്ലാവരും ഈ പരിപാടികളൊക്കെ പ്രവർത്തിക്കൊണ്ടിരുന്നു. ജെയിംസിന്റെ പൂർണ്ണമായി കളിച്ചാൽ ജെയിംസിനോട് ആ സംഘത്തോടുള്ള നന്ദി പ്രത്യേകമായിരിക്കും. അതുപോലെ ഇന്ന് കേരളത്തിൽ നടത്തുന്നത് ഹരീശ പ്രവർത്തനം ഇതിലുള്ള നന്ദി അറിയിക്കുന്നു. എനിക്കെങ്കിലും നന്ദി പറയാൻ ക്ഷമിക്കണം. അതായത് നാട്ടുകാർ ഇവിടെ പലതുപോലെ എൻ്റെ അമ്മയുടെ വെള്ളം കുടിക്കാൻ ആരുമില്ല ഞങ്ങൾ ശ്രമിച്ചവരാണ്. അവരെല്ലാവരും വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചിട്ടില്ല. അമ്മയെ സംബന്ധിച്ചോളം ആത്മ യാത്രയോളം ജാതി നോക്കുകയാണ്. ജാതി പുറത്തുള്ളവരാണ്, നമ്മുടെ സഭയ്ക്ക് പുറത്തുള്ളവരാണ് അമ്മയുടെ സ്നേഹിതരോടുള്ളതല്ല. അങ്ങനെ അമ്മയ്ക്ക് ഒരു വ്യത്യാസമൊന്നുമില്ല. അത് ഒരു ജീവിക്കാനാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ സ്നേഹം അനുഭവിച്ചവരുടെ ഞങ്ങളെ വ്യക്തികളാണ് ഞങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ലവരെ നല്ലവരും എല്ലാവരും പ്രത്യേക നന്ദിയായിരിക്കും. നമ്മുടെ മുൻവികാരി മാർത്തമ സുവിശേഷ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിമാരിക്കും ജോർജ് വർഗീസ് ഇപ്പോൾ പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഹൃദയം ദൈവം
എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എല്ലാവരും ഞാൻ നിങ്ങളോട് പറയും. ഞാൻ നിങ്ങൾക്കായ സ്ഥലം ഒരുക്കാൻ പോകുന്നു. സ്ഥലം ഒരുക്കാൻ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടത്. പിന്നെയും ഞാൻ നിങ്ങളെ ചേർക്കുന്നു ഞങ്ങളോട് കൽപ്പിച്ചു. യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലങ്ങളിലേക്ക് തിരികമാകുമ്പോൾ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചടുപ്പിക്കുന്ന കർത്താവേ, ആ ദിവ്യബലിയുടെ മഹത്വമേറിയ അനുഭവത്തിലൂടെ കടന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിനായി, നിന്റെ മകൾ എത്തിച്ചേർന്നിരിക്കുന്ന നിത്യസ്വസ്ഥതയ്ക്കായി ഞാൻ നിന്നെ സ്തോത്രം. വളരെ ശാന്തമായി സൗഖ്യമായി വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ദൈവം തന്നെ പരമേൽപ്പിച്ചതായിട്ടുള്ള ഭവനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കർത്താവെ, അതെല്ലാം കർത്താവിനായി ഒരുക്കുവാൻ നിന്റെ മകളുടെ കുഞ്ഞ ജീവിതം, മനോഹരമായ ജീവിതം, സുന്ദരമായ ജീവിതം ഇടയാക്കി ദൈവമക്കളെ ആദരിപ്പാനും സ്നേഹിപ്പാനും കരുതുവാനും സ്വന്തമൊന്നും വിചാരിക്കാതെ അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നൽകുവാനൊക്കെയുള്ള ആ വലിയ ആത്മീയ ദർശനം നീ കൊടുത്ത ദിവസവും ചില നാളുകളൊക്കെ ശാരീരികമായി ചിന്തയായി കിടക്കുകയായിരുന്നുവെങ്കിലും കർത്താവ് ശുശ്രൂഷിപ്പാന്റെ കാളുകളെ ക്രമീകരിച്ചു മക്കളുടെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിച്ചു. ഇന്ന് കർത്താവെ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ മാതാവിനെ പറ്റി നല്ലത് മാത്രം പറയുവാൻ അവിടുന്ന് കൃപ ചെയ്തോ രാജനെയും ബാബുനെയും സഹോദരങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ഈ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യും. എന്നാൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ പ്രിയാത്തവരായി കൂടെ ഇരിക്കണമേ. ഞങ്ങൾ ഇതുപോലെ ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടവരാണെന്നുള്ള ബോധത്തോടുകൂടെ ഒരുക്കത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കും. ഉയരത്തിലെ കൃപ തുടർന്ന് നിന്റെ കുഞ്ഞുങ്ങളെ വഴി നിർത്തണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷ പ്രാർത്ഥന ദയയുടെ കേൾക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് ഭൗതിക ശരീരം സന്ധ്യയിലേക്ക് എടുക്കുന്നതാണ്.
അവരോടുകൂടെ സ്തുതിപാടുമെങ്ങൾ നിനക്കും ദാരനും വിശുദ്ധാറുഹായിക്കും എന്നേക്കു സ്തോത്രം. ആമീൻ ആമീൻ. എന്തു ഭേദം ഈ കാഴ്ച അതിദുഃഖം ചിന്തയിലേറ്റം എന്നൊഴുകും സോദരരെ എന്തിങ്ങനെ മധ്യകുലം മൃത്യു അനുഭവിച്ചിടുന്നു ചന്ദ്രവേറോ മേനിയാകെ ചീഞ്ഞഴിഞ്ഞോ ദ്രവിച്ചിരുന്നു മാനിച്ചവളെ മണ്ണിലെ കയക്കുന്നു സ്നേഹിച്ചവളെ ശോകത്തോടക്കുന്നു സ്നേഹിത ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു പൂഴിക്കും പുഴുവിനും ഇരയാവായിരിക്കുന്നു നാദാനിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു താതരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദി ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുളുക. ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അറിയിച്ചവനായ ദൈവമേ ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തുന്ന പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ പാതാള വഴിയായി കടന്നു നോക്കുമ്പോൾ സ്വർഗ്ഗപ്പെട്ടിരിക്കുന്ന ജനങ്ങളെ ഞാൻ കണ്ടു. അതിലൂടെ എല്ലാത്തിനും ബലവാന്മാരെ പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലുകൾ നാശത്തിലേക്ക് മത്സരപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്നുകൊണ്ട് സങ്കടത്തോടും നിലവിൽപ്പോടും കൂടെ എന്നെ ദേശിയോടെ പ്രാരം പറഞ്ഞു. ഇതാകുന്നു നമ്മുടെ അവസാനങ്ങളിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിലാകുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനങ്ങളിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നെ ശേഖരിക്കുന്നതിന്. ധനവാന്മാർ തങ്ങളുടെ ധനത്തെ അവതരിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനങ്ങളിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ കൊഴുക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനങ്ങളിൽ ജ്ഞാനികളുടെ ജ്ഞാനത്തിൽ പ്രസംഗിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനങ്ങളിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ കളിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനങ്ങളിൽ അവരെക്കാൾ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാടിച്ചാടുന്നതിന്. ദൈവികാത്മീയകാരനായ ദാവീദേ, നിന്റെ കൂടെ നീ വന്ന് മനുഷ്യൻ താൻ കാര്യമില്ലാവുന്നതിനും അവന്റെ ദിവസങ്ങൾ മൂലമായി പോലെയാവുന്നതിനും പറമ്പിലെ പുഷ്പം പോലെ പൂത്തൽ വാടിപ്പോകുന്നുവെന്നും അവയിൽ മാന്യങ്ങളെ കേൾപ്പിക്കാം. ഇത് ദിവസമായി മനുഷ്യരെ സ്തുതി സ്ഥലത്തിന്റെ ഉടനായ ദൈവത്തിനെ സ്തുതിയെന്ന് ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
വിശ്വാസികൾ പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും നിങ്ങൾക്ക് വേണ്ടി കുറിച്ചുകൊണ്ട് സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും നോട്ട് പാർക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായേ, നിന്റെ കൃപയാൽ ധാരാളമായ കരുണയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നതിലേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും ഗണങ്ങളും സഹായങ്ങളും കൃപകളും ദൈവികമായ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്നാവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകും. ആത്മീയമായ ശുശ്രൂഷയെ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ച് ഞങ്ങൾ ഓരോരുത്തരുടെയുമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പരിശുദ്ധമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിൽ നിന്നാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷയുടെ അവസാനിക്കും. ഇനി മൂടിയെടുത്ത് വെച്ച് ഭൗതിക ശരീരം ശരീരത്തിലേക്ക് വെക്കാവുന്നതാണ്. വന്നിരിക്കുന്ന എല്ലാവർക്കും റിഫ്രഷ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. അതിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് കുടുംബത്തിന്റെ പേരിൽ ഈ സമയത്ത് പ്രത്യേകിച്ച് ഓർമ്മിക്കാം. രണ്ടുപേര് വേറെ എല്ലാ പ്രാവശ്യം ചെയ്യണം. ഇതിന്റെ പറഞ്ഞിട്ടുണ്ട് കുക്കിനകത്തൂടെ അഴിച്ചാൽ മതി. വെറുതെ വിളിക്കണ്ട. എന്നിട്ട് ഇത് ഇവർക്ക് വേണ്ടി കയ്യിൽ ഉയർത്തി നടുക്ക് വന്നിട്ട് കയ്യിലെ താങ്ങ് കൊടുക്കാം.
രണ്ട് സൈഡും കളത്തേക്ക് അതെ ഇവിടെ ഈ സൈഡിൽ കൊടുത്തു പോയില്ല